ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അരിത്തമെറ്റിക് സീക്വൻസ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സീക്വൻസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പറഞ്ഞു. ഫസ്റ്റ് എക്സസൈസ് ചെയ്തു അല്ലേ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്തു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രയാങ്കിൾസിൻ്റെ ക്വസ്റ്റ്യൻ വെച്ചായിരുന്നു അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഓർമ്മയുണ്ട് എന്താണ്. എന്തെങ്കിലും ഒരു പ്രത്യേക റൂള് വെച്ചിട്ട് നമ്മൾ പറയുന്ന എല്ലാ സിസ്റ്റം ഓഫ് നമ്പേഴ്സിനെയും അല്ലെങ്കിൽ കളക്ഷൻ ഓഫ് നമ്പേഴ്സിനെയും സംഖ്യകളുടെ കൂട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു? ശ്രേണി അഥവാ സീക്വൻസ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഇപ്പം നമ്മൾ എഴുതുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അര, 1, 1.5, 2, 2.5 ഇതൊക്കെ എന്താണ്? ഒരു സീക്വൻസ് ആണ് അല്ലേ, ഒരു ശ്രേണിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കാര്യം നോക്കാം. ഞാനിവിടെ കുറച്ച് നമ്പർ സീക്വൻസുകൾ എഴുതുകയാണേ. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കുറച്ച് നമ്പർ സീക്വൻസുകൾ എഴുതാൻ പോവാണ്. ഇവിടെ നോക്കിക്കോ. 2, 4, 6, 8, 10 എക്സെട്ര. ഇവിടെ ഞാൻ എന്താ ചെയ്തത്? 2ൽ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്തു? പിന്നെ 2 കൂട്ടി അല്ലേ. പിന്നെ ഇതിനോട് 2 കൂട്ടി, പിന്നെയും 2 കൂട്ടി. അതായത് നമ്മൾ 2 കൂട്ടി എഴുതിയതല്ലേ ഇവിടെ ചെയ്തത് അല്ലേ. 2നോട് 2 കൂട്ടി, അങ്ങനെ 2 കൂട്ടി എഴുതിയിട്ടുള്ള ഒരു സീക്വൻസാണ്. അപ്പോൾ ഒരു റൂൾ അവിടെ വന്നു അല്ലേ. 2 കൂട്ടി എഴുതുക അല്ലെ 2 ആഡ് ചെയ്ത് പോകുന്ന ഒരു സീക്വൻസ് എന്നുള്ള റൂൾ വന്നു. അപ്പോൾ ഇതിനെ നമുക്കൊരു സീക്വൻസ് എന്ന് വിളിക്കാം അല്ലേ. ഇനി മിസ്സ് ഇപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? 2 ആഡ് ചെയ്ത് പോകുന്നു അല്ലേ. ഇവിടെയും +2 ചെയ്യുന്നു, ഇവിടെയും +2 ചെയ്യുന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എത്ര വേണമെങ്കിലും പോവാം. ഇനി മിസ് വേറൊന്ന് എഴുതാം. 5, 10, 15, 20, 25 എക്സെട്ര. കണ്ടിന്യൂസ് ആയിട്ട് പോകും അല്ലേ. നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. സ്റ്റാർട്ടിങ് ഫ്രം 5, 5ൽ നിന്ന് തുടങ്ങി ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പറ. ഇവിടെ ഏത് നമ്പറാണ് കൂടി പോകുന്നത്? നോക്ക്, ഏത് നമ്പറാണ് കൂടി പോകുന്നത്? അതെ, 5 കൂടുന്നു. ഇവിടേക്കും 5 കൂടുന്നു അല്ലേ. അതായത് 5 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ആഡ് ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. അങ്ങനെ കിട്ടിയ സീക്വൻസ് അല്ലേ നമുക്ക് അടുത്തത്. ഇനി ഞാൻ വേറെ ഒന്ന് എഴുതുന്നു. 1, 1.5, 2, 2.5, 3, 3.5. അടുത്തത് എന്ത് വരും? 4, 4.5. മനസ്സിലായില്ലേ? ഇവിടെ മിസ് എഴുതിയ സീക്വൻസിൻ്റെ നിയമം എന്താ? 1ൽ നിന്ന് തുടങ്ങുന്നു, എന്നിട്ട് എത്രയാണ് കൂട്ടി പോണേ പറ. ഇവിടെ എത്രയാണ് നമ്മൾ കൂട്ടി പോണത്? അര വെച്ചിട്ട് അല്ലേ. അടുത്തതിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചു? 1നോട് അര കൂട്ടി. പിന്നെ മിസ് എന്ത് ചെയ്തു? 1.5യോട് വീണ്ടും അര കൂട്ടി 2 എഴുതി. അങ്ങനെ ഇവിടുന്ന് ഓരോ പ്രാവശ്യം മുന്നോട്ട് ചാടി പോകും തോറും അര കൂടി പോവല്ലേ ചെയ്യുന്നത്. സംഭവം മനസ്സിലായോ? അപ്പോൾ മിസ് ഈ ബോർഡിൽ എഴുതിയിട്ടില്ലേ എല്ലാ സീക്വൻസിനും ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ. ഏതോ സംഖ്യ കൂടി പോകുന്നു. സംഭവം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇത് തന്നെ ഞാൻ വേറൊരു രീതി പറയാം. തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം സെയിം ആണ് അല്ലേ. എന്താ പറഞ്ഞത്? തൊട്ടടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ഈ എഴുതുന്ന സീക്വൻസിലുള്ള ആളെ ടേംസ് എന്ന് പറയും കേട്ടോ. നമ്പേഴ്സ് എന്നല്ല പറയുക, ടേംസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്ക്, ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം ഒന്ന് സബ്ട്രാക്ട് ചെയ്ത് നോക്ക്. 4ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാ? 2 എന്നല്ലേ കിട്ടുക. ഇനി ഇവിടെ നോക്ക്, 6ൽ നിന്ന് 4 കുറച്ചാൽ എന്താ സംഭവിക്കുക? 2 എന്നല്ലേ കിട്ടുക. അതായത് തൊട്ട് മുന്നിലുള്ള ടേമിൽ നിന്ന് നമ്മൾ ബാക്കിലുള്ള ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെ നമ്മൾ കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ നോക്ക്, ഇവിടെ എല്ലാം നമ്മൾ കുറയ്ക്കുമ്പോൾ എല്ലാം ഒരു 2 ഗ്യാപ്പാണ് അല്ലേ. ഇവിടെ നിങ്ങൾ 10ൽ നിന്ന് 5 കുറച്ച്, 10ൽ നിന്ന് 5 കുറച്ചാൽ 5. 15ൽ നിന്ന് 10 കുറച്ചാലും എത്രയാ? 5ആണ്. 20 - 15 എത്രയാണ്? 5ആണ് അല്ലേ. രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കുന്നു, മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം കുറയ്ക്കുന്നു. അടുത്തടുത്തുള്ള സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ, ഒരു സ്ഥിര സംഖ്യയല്ലേ. ഇവിടെ എഴുതിയിട്ടുള്ള എല്ലാത്തിലും അങ്ങനെയല്ലേ വരുന്നത്. അപ്പം മിസ് പറയാണ്, ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു സംഖ്യ കൂടി ഒരേ സംഖ്യ. ആദ്യം ഞാൻ ഇവിടെ 2 കൂട്ടി, പിന്നെ 4ആണോ കൂട്ടുന്നതല്ലല്ലോ, 2 തന്നെയല്ലേ കൂട്ടി എഴുതുന്നത്. ഒരു സ്ഥിര സംഖ്യ കൂട്ടി എഴുതുന്നതിനെ നമ്മൾ വെറും സീക്വൻസ് എന്നല്ല വിളിക്കുക. അതിന് വിളിക്കുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് വിളിക്കും.
അപ്പോൾ നമ്മൾ ശ്രേണി എന്താണെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. ശ്രേണി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിയമം പാലിക്കണം എന്നേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നത് കൂടി 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 പോകണമെന്നൊന്നുമല്ല, എന്തെങ്കിലും അവിടെ ഒരു നിയമം ഉണ്ടായാൽ മതി. പക്ഷേ അത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു നിയമം, അതായത് ഒരു പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത്, ഒരു നിശ്ചിത സംഖ്യ കൂടി 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 പോകണം. അങ്ങനെയാണെങ്കിൽ മിസ് ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി എഴുതി കാണിച്ചു തരാം. ഞാനിവിടെ എഴുതാണ് 100, 90, 80, 70. ഇവിടെ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പറ. ഞാനിപ്പോൾ പറഞ്ഞാൽ നിങ്ങളോടൊരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോകണം എന്നല്ലേ. ഇവിടെ ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോവുകയാണോ ചെയ്യുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. 100-ൽ നിന്ന് 90-ലേക്ക് എത്തിയപ്പം എത്ര വ്യത്യാസം വന്നു? 10ൻ്റെ വ്യത്യാസം വന്നു അല്ലേ. പക്ഷെ 10 കൂടിയതാണോ കുറഞ്ഞതാണോ? 100-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് 90 കിട്ടുക. 90-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോഴല്ലേ 80 കിട്ടുക. 80-ൽ നിന്ന് 10 കുറയ്ക്കുമ്പോഴല്ലേ 70 കിട്ടുക. അതായത് ഒരു സ്ഥിരസംഖ്യ കുറഞ്ഞ് കുറഞ്ഞ് വരികയല്ലേ ചെയ്യുന്നത്. കൂടി കൂടി പോയതാണോ? 10 കൂട്ടി എഴുതിയതാണോ? അല്ല അല്ലേ. ഒരു സ്ഥിരസംഖ്യ കുറച്ച് കുറച്ച് വരിക. അപ്പം ഞാൻ പറയുന്നു, ഇതിനെയും നമ്മൾ എന്തെന്ന് വിളിക്കും? സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കും. അപ്പോൾ എന്താണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്? പറഞ്ഞു നോക്കൂ. ഒരു നമ്പേഴ്സ് അല്ലേ, കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഒരു സീക്വൻസ് ആണ്. ആ സീക്വൻസിനെ അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന് വിളിക്കണം എന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്? ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ കൂട്ടി കൂട്ടി പോവുകയോ അല്ലെങ്കിൽ കുറച്ച് കുറച്ച് കൊണ്ടുവരികയോ ചെയ്യാം. ഇവിടെ 2 കൂടി 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 പോയി, ഇവിടെ 5 കൂടി കൂടി പോയി. പക്ഷേ ഈ ലാസ്റ്റിൽ മിസ് എഴുതിയ എക്സാമ്പിൾ എന്താ? ഇത് 10 കുറഞ്ഞ് 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 വരികയല്ലേ ചെയ്തത്. ഇങ്ങനെയുള്ള എല്ലാ സീക്വൻസിനെയും നമ്മൾ എന്ത് സീക്വൻസ് എന്നാണ് വിളിക്കുക? സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കും. സംഭവം ക്ലിയർ ആയല്ലോ. അപ്പോൾ ഒരാൾ നിങ്ങളോട് എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താ പറഞ്ഞു കൊടുക്കുക? ഒരു നമ്പറിൽ നിന്ന് തുടങ്ങി ഒരു നിശ്ചിത സംഖ്യ അങ്ങോട്ട് മാറാൻ പറ്റുമോ? ആ സംഖ്യ ഫിക്സഡ് ആണ് അല്ലേ. ഒരു ഫിക്സഡ് സംഖ്യ കൂടി കൂടി പോവുകയോ അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരികയോ നമ്മൾ ഇന്ന് കുറച്ച് കുറച്ച് നമ്മൾ എഴുതുന്നോ ചെയ്യുന്ന ശ്രേണിയെ അല്ലെങ്കിൽ സീക്വൻസിനെ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കുന്നു അല്ലേ. ഇനി മിസ് ഇവിടെ ഒരു ടേം പറയാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെ കൂടി കൂടി പോകുന്ന സംഖ്യ. ഇവിടെ കൂടി കൂടി പോകുന്നത് ആരാ? 2 ആണ് അല്ലേ. ഈ സെക്കൻഡ് സീക്വൻസിൽ കൂടി കൂടി പോകുന്നത് ആരാ? 5 ആണ്. തേർഡ് സീക്വൻസിൽ കൂടി കൂടി പോകുന്നത് 1/2 ആണ് അല്ലേ, അരയാണ്. ഫോർത്ത് സീക്വൻസിൽ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്താണ്? 10 ആണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ നിശ്ചിത സംഖ്യ കൂടി കൂടി പോകുന്ന നിശ്ചിത സംഖ്യ അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന നിശ്ചിത ഈ സംഖ്യയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താണ് വിളിക്കുക? പൊതുവ്യത്യാസം. എന്താണ് വിളിക്കുക? പൊതുവ്യത്യാസം. ഇത് മറന്നു പോകരുത് കേട്ടോ. പൊതുവ്യത്യാസം അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഇതിനെ എന്തെന്ന് വിളിക്കും? കോമൺ ഡിഫറൻസ് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? കോമൺ ഡിഫറൻസ്. ശരിയല്ലേ? പൊതുവായിട്ടുള്ളൊരു വ്യത്യാസമല്ലേ. ഈ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തത് കുറച്ച് കഴിഞ്ഞാൽ 2 അല്ലേ. മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറച്ചാലും 2 അല്ലേ. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള വ്യത്യാസമല്ലേ, കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് അല്ലേ വരുന്നത്. അതുകൊണ്ടാണ് ഈ സംഖ്യയെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അവിടെ നിങ്ങൾ 4-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? 4-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കോമൺ ഡിഫറൻസ് 5 ആയ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം. അതായത് നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് അഥവാ ഒരു സമാന്തര ശ്രേണി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ പറയുന്നത്? ഫസ്റ്റ് ടേം, ആദ്യത്തെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ എന്ത് പറയാം? ആദ്യ പദം. മലയാളത്തിൽ എന്താ പറയുക? ടേമിന് പദം. ആദ്യ പദം 4 ആയിട്ടുള്ളതും പൊതുവ്യത്യാസം. ഈ പൊതുവ്യത്യാസത്തിന് ഒരു ലെറ്റർ കൂടി റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊതുവ്യത്യാസത്തിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ലെറ്റർ D ആണ്, സ്മോൾ ലെറ്റർ D. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു സമാന്തര ശ്രേണി നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ആ സമാന്തര ശ്രേണി 4-ൽ നിന്ന് തുടങ്ങണം. ആദ്യ പദം 4 ആണ്. ആൻഡ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് പറയാണ്? 3 ആണെന്ന് പറയാം. നിങ്ങളൊന്ന് എഴുതി നോക്ക്. ഫസ്റ്റ് ടേം 4 അപ്പം 4-ൽ നിന്ന് തുടങ്ങുന്നു. പൊതുവ്യത്യാസം 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൂട്ടി 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 എഴുതണ്ടേ? വേണ്ടേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? 4-നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ 7 എന്ന് കിട്ടും. 7-നോട് 3 കൂട്ടിയാൽ 10 എന്ന് കിട്ടും. 10-നോട് 3 കൂട്ടിയാൽ 13 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇതൊരു സമാന്തര ശ്രേണിയല്ലേ? സമാന്തര ശ്രേണിയാണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക?
സെക്കൻഡ് ടേമിൽ നിന്ന് നിങ്ങൾ ഫസ്റ്റ് ടേം സബ്ട്രാക്റ്റ് ചെയ്ത് നോക്ക്. രണ്ടാമത്തെ പദത്തിൽ നിന്ന് ഒന്നാം പദം സബ്ട്രാക്റ്റ് ചെയ്യും. ഇവിടെ രണ്ടാമത്തെ പദം ആരാ? 7 അല്ലേ? 7ൽ നിന്ന് ഒന്നാമത്തെ പദമായ 4 സബ്ട്രാക്റ്റ് ചെയ്ത് എന്താ വരിക നോക്ക്. 7 - 4 എത്രയാണ് വരിക? 3 കിട്ടും അല്ലേ? ഇനി ഞാൻ പറയുന്നു തേർഡ് ടേമിൽ നിന്ന്, എന്താ പറഞ്ഞത്? തേർഡ് ടേമിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് ടേം തൊട്ടടുത്തതേ കുറയ്ക്കാവൂ കേട്ടോ, മുന്നിൽ നിന്ന് ബാക്കോട്ട് കുറയ്ക്കുക. തേർഡ് ടേമിൽ നിന്ന് ഈ 10ൽ നിന്ന് 7 കുറയ്ക്കുന്നു. എന്താ സംഭവിക്കുക? 10 - 7 എത്രയാണ് വരിക? 3 കിട്ടും. കണ്ടോ, രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ചപ്പോഴും മൂന്നാമത്തതിൽ നിന്ന് രണ്ടാമത്തത് കുറച്ചപ്പോഴും ഇനി നാലാമത്തേതിൽ നിന്ന് മൂന്നാമത്തേത് കുറച്ചാലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പൊതുവായ നമ്പറാണ് 3. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം 3 പറയാം അല്ലേ? ഇതൊരു സമാന്തര ശ്രേണിയും ആണെന്നും പറയാം. അപ്പോൾ എന്താ സമാന്തര ശ്രേണി, എന്താണ് പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? നമ്മൾ കൂട്ടി എഴുതുന്ന സംഖ്യ അല്ലെങ്കിൽ കുറച്ച് എഴുതുന്ന സംഖ്യ, അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഓരോ കേസിലുമുള്ള പൊതുവ്യത്യാസം ഒന്ന് എഴുതി നോക്കാം. ഇവിടെ നിങ്ങൾ പറഞ്ഞേ പൊതുവ്യത്യാസത്തിന് D എന്നാണ് മിസ് വിളിക്കുന്നത്. ഈ എക്സാമ്പിളിൽ പൊതുവ്യത്യാസം എത്രയാ? 2 ആണ് അല്ലേ? 2 അല്ലേ കൂടി പോകുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ഇവിടെ പൊതുവ്യത്യാസം പറ. ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താ? 5 ആണ് കൂടി പോകുന്നത്. കറക്റ്റ് അല്ലേ? ഈ മൂന്നാമത്തെ എക്സാമ്പിളിൽ കൂടി പോകുന്ന സംഖ്യ ഏതാ? ഹാഫാണ് അഥവാ അരയാണ് അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഹാഫ് എന്ന് കിട്ടും. അങ്ങനെയാണ് നോക്ക്, ഈ നാലാമത്തേതിൽ കൂടി പോകുന്നത് എത്രയാ? അപ്പോൾ നിങ്ങൾ പറയും കൂടി അല്ലല്ലോ മിസ്സേ, കുറഞ്ഞ് വരുമല്ലേ? കറക്റ്റാണ്, കുറഞ്ഞ് വരികയാണ്. എത്രയാണ് കുറഞ്ഞ് വരുന്നത്? -10ൻ്റെ ഒരു വ്യത്യാസമാണ് അവിടെ അല്ലേ വരുന്നത്? -10ൻ്റെ വ്യത്യാസമല്ലേ വരുന്നത്? അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് 10 അല്ല. 10 എന്ന് എഴുതണം എന്നുണ്ടെങ്കിൽ 10 കൂടി പോവുകയായിരുന്നു ചെയ്യേണ്ടത്. കുറഞ്ഞ് വരുന്നത് കൊണ്ട് നമ്മൾ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് വെറും 10 എന്ന് എഴുതിയാൽ പോരാ, അത് -10 എന്ന് തന്നെ എഴുതണം, നിർബന്ധമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി സിമ്പിളായിട്ട് കണ്ടുപിടിച്ചൂടെ? കുഴപ്പമൊന്നുമില്ലല്ലോ, കിട്ടില്ലേ? ഓക്കെ, ചോദ്യം ചെയ്യുന്നതിൻ്റെ മുന്നേ മിസ് ഇവിടെ ജസ്റ്റ് കുറച്ച് എക്സാമ്പിൾ കൂടി ചോദിക്കാം നിങ്ങളോട്. 3, 6, 9, 12 ഇതൊരു സമാന്തര ശ്രേണിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? യെസ് ആണെന്ന് പറയൂ അല്ലേ? കാരണം ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? 6ൽ നിന്ന് 3 കുറച്ച് നോക്ക്. ഇത് കുറച്ചാൽ പോരെ? 3 കിട്ടൂലേ ഉത്തരം? അത് തന്നെയല്ലേ 9ൽ നിന്ന് 6 കുറച്ചാലും ഇതിന്ന് ഇങ്ങോട്ട് കുറച്ച് നോക്ക്, അപ്പോഴും 3 തന്നെയല്ലേ കിട്ടുക? അപ്പോൾ നമുക്ക് പറയാം ഇതൊരു സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇവിടുത്തെ പൊതുവ്യത്യാസം 3 ആണെന്ന് പറയാം. സംഭവം മനസ്സിലായോ? അപ്പോൾ എന്താ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നോക്ക്, 10, 20, 30, 40 ഇവിടുത്തെ പൊതുവ്യത്യാസം എത്രയാ? കറക്റ്റാണ്, 10 എന്ന് കിട്ടും അല്ലേ? 10 കൂടി പോവാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊതുവ്യത്യാസം എന്താ? 10, 5, 0, -5 ഇവിടുത്തെ പൊതുവ്യത്യാസം ഒന്ന് പറയാൻ പറ്റുമോ? സിമ്പിളായിട്ട് പറഞ്ഞൂടെ? 10ൽ നിന്ന് 5 കൂടിയതാണോ കുറഞ്ഞതാണോ? 10ൽ നിന്ന് 5 കുറച്ചപ്പോഴല്ലേ നമുക്ക് 5 എന്ന് കിട്ടിയത്. 5ൽ നിന്ന് 5 കുറഞ്ഞപ്പോഴല്ലേ 0 എന്ന് കിട്ടിയത്. 0ൽ നിന്ന് 5 കുറച്ചപ്പോഴല്ലേ -5 എന്ന് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ പൊതുവ്യത്യാസം അഥവാ കോമൺ ഡിഫറൻസ് 5 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല, -5 എന്ന് എഴുതണം അല്ലേ? 5 കുറഞ്ഞ് വരികയാണ്. അപ്പോൾ പൊതുവ്യത്യാസം എപ്പോഴും ഒരു പോസിറ്റീവ് നമ്പർ ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പൊതുവ്യത്യാസം പോസിറ്റീവും ആവും നെഗറ്റീവും ആവും. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ എന്താണ് പൊതുവ്യത്യാസം, എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് വെച്ചിട്ട് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. ആ ടെക്സ്റ്റിൻ്റെ പേജാണ് മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇവിടെ നോക്ക്, ചുവടെ പറഞ്ഞിരിക്കുന്ന ശ്രേണികൾ ഓരോന്നും സമാന്തര ശ്രേണിയാണോ എന്ന് തീരുമാനിക്കുക. കാരണം എഴുതണം. സമാന്തര ശ്രേണിയാണെങ്കിൽ പൊതുവ്യത്യാസം എഴുതുക. അതായത് നമുക്ക് കുറച്ച് കേസുകൾ, അതായത് കുറച്ച് കണ്ടീഷൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ആദ്യം സീക്വൻസ് എഴുതി ഉണ്ടാക്കണം. നമ്മൾ നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അവരിവിടെ നമ്പേഴ്സ് തന്നിട്ടുണ്ടോ? ഇല്ല, ഒരു റൂള് പറഞ്ഞിട്ടേ ഉള്ളൂ. ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് ഒരു സീക്വൻസ് എഴുതി ഉണ്ടാക്കണം നമ്പറുകളെ. ആ സീക്വൻസ് സമാന്തര ശ്രേണിയാണോ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്തുകൂടെ? പൊതുവ്യത്യാസം ഉണ്ടോ നോക്കിയാൽ പോരെ? അത് ചെക്ക് ചെയ്യാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ അല്ലേ? നിങ്ങൾ നോക്ക്, ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം,
എന്താ ഇവിടെ 4 കൊണ്ട് ഹരിച്ചാൽ മിച്ചം ഒന്ന് മിച്ചം വരുന്ന സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ലിവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഓർമ്മയുണ്ടോ ഇങ്ങനത്തെ ചോദ്യം? ഡിവിഷൻ ബൈ 4 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമായിരുന്നു? 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി നോക്കുക അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾസ് ആരാ? 4, 8, 12, 16. പക്ഷെ ഇതാണോ? ഈ നമ്പേഴ്സിനെയൊക്കെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 കിട്ടുമോ? ഇല്ല. റിമൈൻഡർ 1 കിട്ടണം എന്നുണ്ടെങ്കിൽ മിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സംഖ്യേനോടൊക്കെ ആ റിമൈൻഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അപ്പോൾ 4നോട് എന്ത് കൂട്ടുക? 1 കൂട്ടിയാൽ 5, 8നോട് 1 കൂട്ടിയാൽ 9, 12നോട് 1 കൂട്ടിയാൽ 13, 16നോട് 1 കൂട്ടിയാൽ 17. അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകൂലേ? അപ്പം ഈ സംഖ്യകളെയൊക്കെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡിവിഷൻ 1 കിട്ടും. ശരിയാണോ നോക്ക്. 5നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 1 4s are 4 അല്ലേ? റിമൈൻഡർ എത്ര വന്നു? 1 വന്നു. ഇനി 9നെ ഒന്ന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 4s are 8, 2 4 8 അല്ലേ? റിമൈൻഡർ 1 വന്നു. കറക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ റിമൈൻഡർ 1 കിട്ടുന്ന സംഖ്യകൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ എക്സസൈസിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. കാണാത്തവരതൊന്ന് കാണുക കേട്ടോ. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ ഒരു കാര്യമുണ്ട്, ഈ സീക്വൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. അവിടെ ഒരാൾ കൂടെ വരും. ഓർമ്മയുണ്ടോ ആരാന്ന്? നമ്മൾ എന്താ ചെയ്യണ്ടേ? 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരാമെന്ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരാമെന്ന് പറയുമ്പോൾ 4ൻ്റെ മൾട്ടിപ്പിൾസ് കംപ്ലീറ്റ് എഴുതുക. അത് നമ്മൾ എഴുതി. എന്നിട്ട് ശിഷ്ടം 1 ആണെങ്കിൽ ആ 1 എന്ന് പറഞ്ഞ നമ്പർ കൂട്ടി കൊടുക്കുക. ആ റിമൈൻഡർ ഏതാ നമ്പർ വെച്ചാൽ അത് കൂടി നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം. എന്നാലേ കംപ്ലീറ്റ് സീക്വൻസ് ആവുള്ളൂ. അതായത് 1നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യടാ. 1ൽ 4 പോവോ? 1നെ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പം റിമൈൻഡർ എന്തെന്ന് തന്നെ വരും? 1 എന്ന് തന്നെ വരും. മനസ്സിലായോ? അപ്പം മിസ് എഴുതിയിട്ടുള്ള ഈ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് സീക്വൻസാ? അവർ പറഞ്ഞ ഒന്നാമത്തെ കണ്ടീഷനാണ്. നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? ഇവരൊക്കെ നാച്ചുറൽ നമ്പർ അല്ലേ? ആണ് അല്ലേ? ലിവിങ് റിമൈൻഡർ 1, അതായത് ഇതൊക്കെ 1 റിമൈൻഡർ തരും. എപ്പോൾ? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. അങ്ങനത്തെ നമ്പേഴ്സാണ് നമ്മൾ ഈ എഴുതി വെച്ചത്. ക്ലിയർ അല്ലേ? രണ്ടാമത് എഴുതിയിട്ടുള്ള 159 ആണ്. ഇത് നിങ്ങളോട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് ചോദിച്ചത്. നിങ്ങൾ പറ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്ന്? ഞാൻ പറയുന്നു, തേർഡ് ടേമിൽ നിന്ന് എന്താ പറഞ്ഞത്? തേർഡ് ടേമിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് ടേം ഒന്ന് ഫസ്റ്റ് അത് ചെയ്യണ്ട. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? എങ്ങനെ അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്യാം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് രണ്ടാം പദത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? രണ്ടാം പദം മൈനസ് ആദ്യ പദം. ഒന്നാമത്തെ പദം. ഇവിടെ രണ്ടാമത്തെ ടേം ആരാ? 5 ആണല്ലേ? ഒന്നാമത്തെ ടേം ആരാ? 1. അപ്പോൾ 4 എന്ന് കിട്ടി. ശരിയല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? അതേ വ്യത്യാസം അടുത്ത ഗ്യാപ്പിലും വേണം അല്ലേ? അതായത് തേർഡ് ടേമിൽ നിന്ന് നിങ്ങൾ എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നു? സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പദം. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 9 അല്ലേ? 9ൽ നിന്ന് നിങ്ങൾ എന്ത് സബ്ട്രാക്ട് ചെയ്യുന്നു? സെക്കൻഡ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. സെക്കൻഡ് ടേം 5 അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, നമുക്ക് 4 എന്ന് തന്നെ ആൻസർ കിട്ടിയില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിവിടെ പറഞ്ഞത് എന്താ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് മാറിയില്ലേ? നോക്ക്, അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലേ? നമുക്ക് ഇവിടെ വരുന്നത് എന്താ? 1നോട് 4 കൂട്ടിയാൽ 5, 5നോട് 4 കൂട്ടിയാൽ 9, 9നോട് 4 കൂട്ടിയാൽ 13 അല്ലേ? അപ്പോൾ ഈ 4 എന്ന് പറയുന്നത് ഇവിടെ എന്താ? പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ഫുൾ എഴുതുന്നല്ല കേട്ടോ. ആൻഡ് കോമൺ ഡിഫറൻസ് ഈസ്. കോമൺ ഡിഫറൻസ് എത്രയാ? കോമൺ ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? എത്രയാണ് വരുന്നത്? 4 ഇവിടുത്തെ വ്യത്യാസം അല്ലേ? അതായത് ഇതെന്താണ്? ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഇതൊരു സമാന്തര ശ്രേണി ആണ്. പൊതുവ്യത്യാസം എത്രയാണ് വരുന്നത്? 4. സംഭവം മനസ്സിലായില്ല? ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതൊരു പൊതുവ്യത്യാസമാണെന്ന് കിട്ടി. ഇനി അടുത്ത ചോദ്യം നോക്ക്. 4 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്ന സംഖ്യകൾ. അതായത് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്നതും എഴുതാം, 2 വരുന്നതും എഴുതാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരുന്നതല്ലേ നമ്മൾ ഈ എഴുതി വെച്ചത്?
അല്ലേ? 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതി അതിനോട് 1 കൂട്ടി എഴുതി. ഇനി 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരണമെങ്കിൽ നമ്മൾ ഈ 1 കൂട്ടിയതിൻ്റെ സ്ഥാനത്തൊക്കെ എത്ര കൂട്ടി കൊടുത്താൽ മതി? +2 +2 എന്ന് ചെയ്താൽ പോരെ? പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ആരെ എഴുതാൻ പോണത്? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 2. എപ്പോൾ? വെൻ അല്ലെങ്കിൽ ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ അല്ലേ? മലയാളത്തിൽ എങ്ങനെ പറയാം? 4 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ കിട്ടേണ്ടത്? ശിഷ്ടം എത്ര വരണം? ശിഷ്ടം 2 വരുന്ന എന്ത് സംഖ്യകളാ? എണ്ണൽ സംഖ്യകൾ അല്ലേ? പറഞ്ഞോ, ഏതൊക്കെയാ വരിക? 4ൻ്റെ മൾട്ടിപ്പിൾസ് ഒക്കെ എഴുതുന്നു, പക്ഷെ അതാണോ ആൻസർ വരിക? അല്ല. ഇതിനോടൊക്കെ എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? 2 റിമൈൻഡർ വരണമെങ്കിൽ 2 ആഡ് ചെയ്യണം അല്ലേ? ശരിയല്ലേ? അപ്പോൾ ഇതിനോടൊക്കെ 2 ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? 4നോട് 2 എഴുതാൽ 6, 8നോട് 2 ആഡ് ചെയ്താലോ 10, 12നോട് 2 ആഡ് ചെയ്താൽ 14, 18. ശരിയല്ലേടാ? ഇങ്ങനെ പോകും. ഇതല്ലേ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 2 വരുന്ന സീക്വൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല അല്ലേ? ഏതാണോ റിമൈൻഡർ ആ നമ്പർ കൂടെ നമ്മൾ മുന്നിൽ എഴുതി കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നല്ല നോക്കേണ്ടത്. നമ്മളോട് 2 കാര്യം കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം പറഞ്ഞത്. ഇവിടെ നോക്ക്, ചോദ്യം രണ്ടാമത്തത് 4 കൊണ്ട് ഹരിച്ചാൽ 1 അല്ലെങ്കിൽ 2 മിച്ചം വരുന്നത്. ലിവിങ് റിമൈൻഡർ 1 ഓർ 2. 1 റിമൈൻഡർ വരുന്നതാണ് ഈ സീക്വൻസ്, 2 റിമൈൻഡർ വരുന്നതാണ് ഈ സീക്വൻസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്ത് എഴുതണം? മിക്സ് ചെയ്ത് എഴുതണം. വേറെ വേറെ എഴുതാൻ പറ്റുമോ? ഈ കണ്ടീഷൻ പ്രകാരം മിക്സ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതൊക്കെയാണ് വരുന്നത്? നമുക്ക് വേണ്ട ആവശ്യമായ സീക്വൻസ് ഏതാ വരിക? ലിവിങ് റിമൈൻഡർ 1 ഓർ 2 കേട്ടോ. ശിഷ്ടം 1ഓ 2ഓ വരുന്നതിനെ മിക്സ് ചെയ്ത് എഴുതാൻ പോവുക. 1 വരും, ഒരു ഓർഡറിൽ എഴുതാം അല്ലേ? 1, 2, പിന്നെ അപ്പുറത്ത് ആരുണ്ട്? 4, ഇവിടെ 6 ഉണ്ട് അല്ലേ? പിന്നെ ഇപ്പുറത്ത് ആരാ ഉള്ളത്? 5 ഉണ്ട്. 5 ഇല്ലേ? ഓക്കെ, ഒരു മിനിറ്റ്. 4 ഇല്ല അല്ലേ? ഒന്നുകൂടി എഴുതാം. നമ്മൾ അവിടെ ലിവിങ് റിമൈൻഡർ 1 വരുന്നതുണ്ട് അല്ലേ? അത് മിസ് ഒന്നും ഇങ്ങോട്ട് എഴുതുകയാണേ. ലിവിങ് റിമൈൻഡർ 1 അതാരൊക്കെയായിരുന്നു? 1 ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു? 5, 9, 13, 17 അല്ലേ? 5, 9, 13, 17. 1 റിമൈൻഡർ വരുന്നത് ഇതും 2 റിമൈൻഡർ വരുന്നത് ഇതുമാണ് അല്ലേ? അപ്പോൾ ഈ 2 പച്ച ബോക്സിലുള്ള നമ്പേഴ്സ് കൂടി കമ്പൈൻ ചെയ്ത് എഴുതണ്ടേ? കാരണം ചോദ്യം ഒന്നിച്ചല്ലേ വന്നത്, ശിഷ്ടം 1 വരുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതണം അല്ലേ? ഓക്കെ. ഏതൊക്കെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യാൻ പോണേ? മിസ് ഈ ബോക്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ പോവാണ്. നോക്കിക്കോ. കമ്പൈൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, ഒരു ഓർഡറിൽ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം നമുക്ക് എന്തെഴുതാം? 1 എഴുതാം അല്ലേ? പിന്നെ എന്തെഴുതാം? 2 എഴുതാം, പിന്നെ 5 എഴുതാം, 6 എഴുതാം, മിക്സ് ആക്കി എഴുതാം ഓർഡറിനനുസരിച്ച്. 9 എഴുതാം, പിന്നെ ആരുണ്ട്? 10 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, എക്സെട്ര അങ്ങനെ പോകും അല്ലേ? ഇതാണ് എന്ത്? 4നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഓ അല്ലെങ്കിൽ 2ഓ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലേ? അയ്യോ, ഇവിടെ എന്തോന്ന് സംഭവിച്ചു അല്ലേ? ഒരു മിനിറ്റ്. ഓക്കെ, എന്തോ സിമ്പിൾ കയറിയതാണ്. ഇവിടെ നോക്കുക. 1, 2, 5, പിന്നെ നമ്മൾ ഏതാ പറഞ്ഞത്? 6 പറഞ്ഞു, 9 പറഞ്ഞു, 10 പറഞ്ഞു, 13 പറഞ്ഞു, 14 പറഞ്ഞു, അങ്ങനെ പോയില്ലേ? ക്ലിയർ അല്ലേ? ഇനി ഈ സാധനമാണ്, അതായത് ഇപ്പം നമ്മൾ എഴുതിയിട്ടുള്ള ഇവിടെ കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ട ഫൈനലായിട്ടുള്ള സീക്വൻസ് എന്ന് പറയുന്നത്. ഈ സീക്വൻസ് എന്താണോന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒന്ന് പറഞ്ഞേ, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവുമോ? നമുക്ക് നോക്കാം അല്ലേ? എങ്ങനെയാണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക? നമ്മൾ എന്ത് ചെയ്യണം അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്?
സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ. എന്താ സെക്കൻഡ് ടേം? 2. 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ? 1 എന്ന് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? തേർഡ് ടേം അല്ലേ. തേർഡ് ടേമിൽ നിന്ന് എന്ത് ചെയ്യുന്നു? തേർഡ് ടേം എന്താ ചെയ്യുന്നത്? തേർഡ് ടേമിൽ നിന്ന് നമ്മൾ ആരെ മൈനസ് ചെയ്യുന്നു? സെക്കൻഡ് ടേമിനെ മൈനസ് ചെയ്യുന്നു അല്ലേ. സെക്കൻഡ് ടേം ഓക്കെ അല്ലേ. ഇവിടെ തേർഡ് ടേം ആരാടാ നോക്ക്. തേർഡ് ടേം എന്ന് പറയുന്നത് 5 ആണ്. 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുന്നു അല്ലേ. മൂന്നാമത്തെ ടേമിൽ നിന്ന് രണ്ടാമത്തെ ടേം സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 5 - 2. നിങ്ങൾ പറ, 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ എത്ര കിട്ടുക? 3 അല്ലേ കിട്ടുക. അപ്പോൾ ഒരു പ്രശ്നം വന്നില്ലേ. എന്ത് പ്രശ്നം സംഭവിച്ചത് നോക്ക്. എന്താ സംഭവിച്ചത് ഇവിടെ? നമുക്ക് ചെയ്ത് വന്നപ്പം ഇവിടുത്തെ വ്യത്യാസം ഇവിടുന്ന് ഇങ്ങോട്ട് 1 ആണ് കൂടിയത്. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര കൂടി? 3 കൂടിയില്ലേ. പക്ഷെ ഇത് സമാന്തര ശ്രേണിക്ക് പറ്റുമോ? സമാന്തര ശ്രേണി എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താ സമാന്തര ശ്രേണി എന്ന് പറയുന്നത്? നമ്മൾ ഒരു സംഖ്യ, ഒരു നിശ്ചിത സംഖ്യ, ഒരു പൊതുവായ സംഖ്യ കൂടി പോകണം. പക്ഷെ ഇവിടെയുള്ള വ്യത്യാസം 1ഉം ഇവിടെ ഉള്ള വ്യത്യാസം 3ഉം അല്ലേ വരുന്നത്. അപ്പോൾ നമുക്കിത് ആൻസറായിട്ട് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് ഫൈനലൈസ് ചെയ്യാം? ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ്. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇതെന്തല്ല, ഇത് ഒരു സമാന്തര ശ്രേണി അല്ല. അല്ല എന്ന് പറഞ്ഞൂടെ. കാരണം ഇവിടെ എന്തില്ല? പൊതുവ്യത്യാസം ഇല്ല അല്ലേ. ഇവിടെ കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ പൊതുവ്യത്യാസം ഇല്ല. ക്ലിയർ ആയോ? രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയപ്പോൾ ക്ലിയർ ആയോ നിങ്ങൾക്ക്? കുഴപ്പമൊന്നുമില്ലല്ലോ. കുറച്ച് ലെങ്തി ആണോ? ഒന്നുമില്ല. രണ്ടിൻ്റെയും കമ്പൈൻ ചെയ്യുന്നു, പൊതുവ്യത്യാസമാണോ എന്ന് നോക്കുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ. ഒരേ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനെ സമാന്തര ശ്രേണി അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുള്ളൂ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ചോദ്യം നോക്ക്. എന്താ അടുത്ത ചോദ്യം? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. എന്താ പറയുന്നത്? സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. മൂന്നാമത്തെ ചോദ്യമാണ് അല്ലേ. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എന്താ? എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. അതാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ അല്ലേ? അത് എഴുതിയിട്ട് എന്ത് നോക്കണം? നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കണം അല്ലേ. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. നോക്ക്, എണ്ണൽ സംഖ്യ എന്ന് പറയുന്നത് 1, 2, 3, 4, 5 ഇതല്ലേ എണ്ണൽ സംഖ്യ. ഇതിൻ്റെ വർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് എന്താ? 1ൻ്റെ സ്ക്വയർ എന്താ? 1 തന്നെ. 2ൻ്റെ സ്ക്വയർ ആരാ? 4. 3ൻ്റെ സ്ക്വയർ ആരാ? 9. 4ൻ്റെ സ്ക്വയർ ആരാ അല്ലേ. ഇതിൻ്റെയൊക്കെ സ്ക്വയർ എടുക്കുന്നു അല്ലേ. ഇതിനൊക്കെ സ്ക്വയർ എടുക്കുന്നു, അതാണ് വർഗ്ഗങ്ങൾ. 4ൻ്റെ സ്ക്വയർ ആരാ? 16. 5ൻ്റെ സ്ക്വയർ ആരാ? 25. അപ്പോൾ ഇതാണ് നമുക്ക് വേണ്ട ശ്രേണി അഥവാ എന്തെന്ന് പറയുന്നത്? നമുക്ക് വേണ്ട സീക്വൻസ് ഇതാണ്. ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇത് സമാന്തര ശ്രേണിയാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് നോക്കുക? ഇത്രയും നേരം പറഞ്ഞ പോലെ തന്നെ മാറ്റമൊന്നുമില്ല. സെക്കൻഡ് ടേമിൽ നിന്ന് രണ്ടാം പദത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഒന്നാം പദം കുറയ്ക്കുന്നു. രണ്ടാം പദം മൈനസ് ഒന്നാം പദം എന്താ വരിക? രണ്ടാം പദം 4 അല്ലേ. ഒന്നാം പദം ആരാണ്? 1 ആണ് അല്ലേ. 4ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇനി അതേ വ്യത്യാസം വേണം ഇങ്ങോട്ട് അല്ലേ. അതായത് മൂന്നാമത്തെ പദത്തിൽ നിന്ന് തേർഡ് ടേമിൽ നിന്ന് എന്ത് കുറയ്ക്കണം? രണ്ടാം പദം കുറയ്ക്കണം. രണ്ടാം പദം കുറയ്ക്കണം. മൂന്നാമത്തതിൽ നിന്ന് രണ്ടാം പദം കുറച്ച് നോക്ക്. ഓക്കെ. 9ൽ നിന്ന് 4 കുറച്ച് നോക്ക്. 9 - 4 എന്താ ആൻസർ വരുന്നത്? 5 എന്നല്ലേ വരുന്നത്. അപ്പം നിങ്ങൾ പറ, ഇവിടെ സമാന്തര ശ്രേണി ആണെങ്കിൽ എങ്ങനെ വരണം?
1നോട് 3 കൂട്ടിയാൽ 4, ആ 4നോട് പിന്നെ 3 തന്നെ കൂട്ടണ്ടേ, എന്നാലല്ലേ സമാന്തര ശ്രേണിയാവുള്ളൂ. ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോവണ്ടേ. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്, ഇത് തമ്മിലുള്ള വ്യത്യാസം 1 ഇത് തമ്മിലുള്ള വ്യത്യാസം 3, പക്ഷെ ഇങ്ങോട്ടുള്ള വ്യത്യാസം എത്രയായി, 5 ഇങ്ങോട്ടുള്ള വ്യത്യാസം പിന്നെയും മാറിയില്ലേ, 7 വ്യത്യാസം. മനസ്സിലായോ? ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോവാത്തത് കൊണ്ട് ഇത് എന്താണെന്ന് പറയാൻ പറ്റൂല. ഇതിന് പൊതുവ്യത്യാസം ഇല്ല, അഥവാ കോമൺ ഡിഫറൻസ് ഇവിടെ ഇല്ല. കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഈ സംഖ്യയും സെയിം ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇത് കോമൺ ഡിഫറൻസ് ഇല്ല, അതുകൊണ്ട് നമുക്കിവിടെ എന്ത് പറയാം, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് പറയാം. ഇതൊരു സീക്വൻസ് അല്ലേ, സീക്വൻസ് ആണ് അല്ലേ. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സംഖ്യ പൊതുവായിട്ട് കൂടി കൂടി പോകണമെന്നില്ല, എന്തെങ്കിലും ഒരു നിയമം വന്നാൽ മതി. ഇവിടെ ഒരു നിയമം ഉണ്ടല്ലോ, സ്ക്വയേഴ്സ് അല്ലേ. ക്ലിയർ ആയില്ലേ? നിങ്ങൾക്ക് അടുത്തത് പറയാൻ പറ്റും, 36 എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു നിയമം പാലിക്കുന്നുണ്ട്, പക്ഷെ അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ അഥവാ സമാന്തര ശ്രേണിയുടെ നിയമം ഇവിടെ അനുസരിക്കുന്നില്ല. സമാന്തര ശ്രേണിയാണെങ്കിൽ ഒരു നിശ്ചിത സംഖ്യ കൂടി കൂടി പോകണം, അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു വരണം. ഇവിടെ ആദ്യം കൂടിയത് 3, പിന്നെ കൂടിയത് 5. അപ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യം സംഭവിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ഫൈനലൈസ് ചെയ്തിട്ട് എന്ത് പറയാം, ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ്, അല്ലെങ്കിൽ ഇതെന്തല്ല, സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. സംഭവം ക്ലിയർ ആയല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിളായിട്ട് പറഞ്ഞൂടെ. ഇനി അടുത്തത് നോക്ക് പെട്ടെന്ന്. 4ാമത്തെ ചോദ്യം എന്താ, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പർ. റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് എണ്ണൽ സംഖ്യകളുടെ വിപരീത ഭിന്നങ്ങൾ. എങ്ങനെയാണ് നമ്മൾ റെസിപ്രോക്കൽസ് എഴുതുക, 4ാമത്തെ ചോദ്യമല്ലേ അല്ലേ. റെസിപ്രോക്കൽസ് എങ്ങനെയാണ് എഴുതുക, റെസിപ്രോക്കൽസ് അല്ലെങ്കിൽ എന്താ, വിപരീത ഭിന്നങ്ങൾ. എങ്ങനെ എഴുതാ പറഞ്ഞേ. അതെ, നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ, 1, 2, 3, 4, 5, 6 അല്ല, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകും. വിപരീത ഭിന്നം അല്ല റെസിപ്രോക്കൽ എഴുതാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല. ഇതിന് തല തിരിച്ചെഴുതുന്നതിനെയാണ് റെസിപ്രോക്കൽ എന്ന് പറയുക. അതായത് ഈ മുകളിൽ എഴുതിയതിനൊക്കെ താഴോട്ട് എഴുതുക. അപ്പോൾ നമ്മൾ 1 എങ്ങനെ എഴുതും, 1/1 എന്ന് എഴുതും. 2 എങ്ങനെ എഴുതും, 2 നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് ഛേദത്തിലേക്ക് മാറ്റുക, അപ്പോൾ 1/2. 3 എങ്ങനെ എഴുതും, 1/3, 1/4 ഇങ്ങനെ എഴുതുന്നതിനാണ് എന്തെന്ന് പറയാം, വിപരീത ഭിന്നം അഥവാ റെസിപ്രോക്കൽ. ഇപ്പോൾ 2/5 റെസിപ്രോക്കൽ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും, 5/2 എന്ന് എഴുതും. 6/3 എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതും, 3/6 എന്ന് എഴുതും. പറഞ്ഞാൽ മനസ്സിലായില്ലേ, തല തിരിച്ചെഴുതുക. പക്ഷേ 3 എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താ, 3/1 എന്ന് നമുക്ക് വിചാരിച്ചൂടെ. എല്ലാ നമ്പേഴ്സിൻ്റെ ഡിനോമിനേറ്ററിൽ ഒരു 1 ഉണ്ടാവൂലേ, അപ്പോൾ അതിന് തല തിരിച്ചിട്ട് 1/3 എന്ന് എഴുതാലോ. അതേപോലെ 1/2, 1/4, 1/1 അതാണ് റെസിപ്രോക്കൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ റെസിപ്രോക്കൽസ് ഈ നമ്മൾ എഴുതിയിട്ടുള്ള ഇത് കണ്ടോ, ഏത്, ഈ രണ്ടാമത് എഴുതിയ റെസിപ്രോക്കലിൻ്റെ ഈ ഒരു സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക, നമ്മൾ എന്ത് നോക്കണം, ഈ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം മൈനസ് ചെയ്താലും തേർഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് മൈനസ് ചെയ്താലും ഒക്കെ സെയിം ആണോ കിട്ടുക എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലേ. അതായത് കോമൺ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, പൊതുവ്യത്യാസം ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. 1 അല്ലേ, രണ്ടാമത്തെ ടേമിൽ നിന്ന് മിസ് ഒന്നാമത്തെ ടേം മൈനസ് ചെയ്യുന്നു. 2/1 നിന്ന് 1/1 മൈനസ് ചെയ്താൽ എത്രയാണ് വരിക, നമുക്കറിയാം. ഭിന്നസംഖ്യ അഥവാ ഫ്രാക്ഷന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഓർമ്മയുണ്ടോ എല്ലാവർക്കും. എങ്ങനെയത് മൈനസ് ചെയ്യുക, അതായത് ഈ 1ഉം 1ഉം തമ്മിൽ ഗുണിക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് മൈനസ് ഇട്ടിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലേ. ഇങ്ങനെയും ചെയ്യുന്നതിനല്ലേ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ 1 × 1 എന്തെന്ന് വരും, 1 എന്ന് വരും അല്ലേ. 1 × 1 മൈനസ് ഇടുന്നു, പിന്നെ ആര് തമ്മിൽ, 1 × 2 തിരിച്ചിങ്ങോട്ട് ക്രോസ് ചെയ്യുക അല്ലേ. 1 × 2 കഴിഞ്ഞോ, ഇല്ല, ഡിവൈഡഡ് ബൈ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അറിയാലോ. അപ്പോൾ നമ്മൾ 2നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 1 1 എന്ന് വരും അല്ലേ. 1 × 2 എന്ത് വരും, 2 എന്ന് വരും. ക്ലിയർ അല്ലേ. -2 × 1 ഇതിന് പകരം എന്ത് വരും, 2 × 1 2 എന്ന് വരും. ഓക്കെ, 1ൽ നിന്ന് 2 കുറച്ചാൽ എത്രയാടാ, 1 - 2 എന്ന് പറഞ്ഞാൽ 1 ചെറുതും 2 വലുതും അല്ലേ. ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക, മൈനസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ 1ൽ നിന്ന് 2 കുറച്ചാൽ -1 വരും, ഡിനോമിനേറ്ററിൽ 2 വരും.
ഓക്കെ അല്ലേ? അപ്പം -1/2 എന്ന് വരും നമുക്ക് ആദ്യത്തേത്. ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തേത് കുറച്ച് നോക്കാം അല്ലേ? അങ്ങനെയല്ലേ പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക, കോമൺ ഡിഫറൻസ്. മൂന്നാമത്തെ ടേം 1/3. അതിൽ നിന്ന് നമ്മൾ മൈനസ് ചെയ്ത് നോക്കുന്നു. ആരെയാ മൈനസ് ചെയ്ത് നോക്കുന്നത്? രണ്ടാമത്തെ ടേമായ 1/2. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് അല്ലേ? ഇങ്ങനെ ക്രോസ് ചെയ്യുന്നു. എങ്ങനെയാണ് ക്രോസ് ചെയ്യാം? 1 × 2 ചെയ്യുന്നു, മൈനസ് ഇടുന്നു, 1 × 3 ചെയ്യുന്നു അല്ലേ? തിരിച്ചും. ഇനി ഡിനോമിനേറ്ററിൽ എന്ത് എഴുതുന്നു? ഇത് തമ്മിൽ ചെയ്യുന്നു, 3 × 2. ഓക്കെ അല്ലേ? 1 × 2 2, 1 × 3 3, 3 × 2 എത്രയാ? 6. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 ചെറുതും 3 വലുതാ. അപ്പം 2ൽ നിന്ന് 3 കുറച്ചാൽ -1 എന്ന് വരും അല്ലേ? /6. നിങ്ങൾ നോക്ക്, ഇവിടെ കോമൺ ഡിഫറൻസ് വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് തമ്മിൽ നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ -1/2 ഈ തേർഡിൽ നിന്ന് സെക്കൻഡ് കുറച്ചപ്പോൾ -1/6 കിട്ടിയത്. അതായത് ഇവ തമ്മിൽ സെയിം ഗ്യാപ്പിലാണോ? അല്ലല്ലോ. 1/2ൻ്റെയും 1/6ൻ്റെയും വ്യത്യാസമല്ലേ? അത് രണ്ടും 2 നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. പറഞ്ഞൂടെ? ഇറ്റ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാൻ തെറ്റൊന്നും അല്ലല്ലോ. ഇതൊരു സമാന്തര ശ്രേണി അല്ല എന്ന് പറയാം. അപ്പോൾ റെസിപ്രോക്കൽ കിട്ടാൻ നമ്മൾ എന്താ ചെയ്തത്? തല കുത്തനെ എഴുതുക അല്ലേ? തല തിരിച്ചെഴുതുക. അപ്പോൾ 5നെ തല തിരിച്ചെഴുതുക എന്ന് പറഞ്ഞാൽ 1/5 എന്ന് എഴുതുക. അപ്പോൾ ഇതൊക്കെ ഒരു സമാന്തര ശ്രേണിയിലാണോ നോക്കാൻ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കി. അപ്പോൾ നമുക്ക് രണ്ടും 2 വാല്യൂ കിട്ടുന്ന പൊതുവായ വ്യത്യാസം ഇല്ല അല്ലേ? അപ്പോൾ അതും സമാന്തര ശ്രേണി അല്ല എന്ന് കിട്ടി. അടുത്ത നിങ്ങളോട് ചോദിച്ചത് ഏതാ? പവേഴ്സ് ഓഫ് 2, 2ൻ്റെ കൃതികൾ അല്ലേ? എന്താ ചോദിച്ചത്? 2ൻ്റെ കൃതികളാണ് ചോദിച്ചത്. 5ാമത്തെ ചോദ്യം അല്ലേ? രണ്ടിൻ്റെ കൃതികൾ അല്ലെങ്കിൽ എന്താ? പവേഴ്സ് ഓഫ് 2, 2ൻ്റെ പവർ. എങ്ങനെയാണ് 2ൻ്റെ പവർ എഴുതുക? 2ൻ്റെ കൃതി എന്ന് പറഞ്ഞാൽ 2ൻ്റെ മുകളിൽ 1 ഇടുന്നു അല്ലേ? പിന്നെ 2ൻ്റെ മുകളിൽ 2 ഇടുന്നു. പിന്നെ 2/3, 2/4. ഇങ്ങനെ 2ൻ്റെ പവർ കൂടി പോകുന്നതിനാണ് 2ൻ്റെ കൃതികൾ എന്ന് പറയുക അല്ലേ? അപ്പോൾ 2/1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 2. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 അല്ലേ? 4 എന്ന് വരും അല്ലേ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ക്യൂബ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2 × 2 4. 2 ക്യൂബ് എന്ന് പറഞ്ഞാലോ 2നെ നമ്മൾ 3 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 × 2 4, 4 × 2 8. ഇനി 2/4 എന്ന് പറഞ്ഞാൽ അടുത്ത കൃതി, അടുത്ത പവർ ഏതാ? 2/4 അല്ലേ? അതായത് 2നെ നമ്മൾ 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 8 × 2 16 എന്ന് വരും. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 2 4, 2/1 എന്ന് പറഞ്ഞാൽ 2 തന്നെ വരും അല്ലേ? 2 4 8 വരും, 16 വരും, അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഏതാണ്? ഈ തന്നിരിക്കുന്നതാണ് നമ്മളോടൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നോക്കാം അരിത്തമെറ്റിക് സീക്വൻസ് ആണോന്ന്. എങ്ങനെയാണ് നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക? സെക്കൻഡ് ടേമിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? 2ാം പദത്തിൽ നിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യുന്നു? 1ാം പദം മൈനസ് ചെയ്യുന്നു. ഫസ്റ്റ് ടേം അല്ലേ? ഓക്കെ അല്ലേ? ഫസ്റ്റ് ടേം മൈനസ് ചെയ്യുന്നു. സെക്കൻഡ് ടേം ഇവിടെ ആരാടാ? സെക്കൻഡ് ടേം ആരാ? 4 അല്ലേ? 4 - 2, 4 - 2 2 ഇനി നമ്മൾ എന്ത് ചെയ്ത് നോക്കണം? തേർഡ് ടേമിൽ നിന്ന് അല്ലേ? 3ാമത്തെ പദത്തിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുക? 2ാം പദം മൈനസ് ചെയ്യുക. സെക്കൻഡ് ടേം. 3ാം പദം ഇവിടെ ആരാ? 8 അല്ലേ? 8ൽ നിന്ന് എന്ത് മൈനസ് ചെയ്യുന്നു? 4 മൈനസ് ചെയ്യുന്നു. 8 - 4 എന്താ വരിക? 4 എന്നല്ലേ വരുന്നത്? നോക്ക്, ഇവിടെ നമ്മുടെ സമാന്തര ശ്രേണീൻ്റെ എന്ത് വരുന്നില്ല? നിയമം വരുന്നില്ല. ഇത് തമ്മിലുള്ള വ്യത്യാസം ഇവിടെ 2 അല്ലേ? 2നോട് 2 കൂട്ടിയാലല്ലേ 4. പക്ഷെ 4നോട് 2 കൂട്ടിയ സംഖ്യ അല്ലല്ലോ 8. 4നോട് 4 കൂട്ടിയാലേ 8 കിട്ടുക. അവിടെയും ഒരു പൊതുവ്യത്യാസം ഇല്ല എന്നുള്ള കാര്യം കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് നോട്ട് എ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ എന്തല്ല? ഇത് സമാന്തര, മിസ് ചുരുക്കി എഴുതാണ് കേട്ടോ, സമാന്തര ശ്രേണി
അല്ല, കാരണം ഇതിന് എന്തില്ല, ഒരു പൊതുവ്യത്യാസമല്ല. അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ ഒരേ ഡിസ്റ്റൻസ് അല്ലേ ഉള്ളത്, ഒരേ വാല്യൂവിൻ്റെ വ്യത്യാസമല്ല ഉള്ളത്. അടുത്ത നോക്ക്, ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വരുന്നുണ്ട്, അതുകൂടി ചെയ്യാം. ഇവിടെ നോക്ക്, ഹാഫ്സ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്, അതായത് ഒറ്റ സംഖ്യകളുടെ പകുതി. എന്താ ചോദ്യം? 6ാമത്തെ ചോദ്യമല്ലേ? ഒറ്റ സംഖ്യകളുടെ പകുതി അല്ലെങ്കിൽ ഹാഫ്സ് ഓഫ് ഓഡ് നമ്പേഴ്സ് അല്ലേ? അപ്പോൾ അത് നമുക്ക് ആദ്യം സീക്വൻസ് എഴുതണം. ഓഡ് നമ്പർ എന്ന് പറഞ്ഞത് ആരാ? 1, 3, 5, 7, 9. ഇതല്ലേ ഒറ്റ സംഖ്യകൾ എന്ന് പറയുന്നത്. ഇതിനെ പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ ആരാ? 1ൻ്റെ പകുതി ആരാ? പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്നല്ല അർത്ഥം അല്ലേ? പകുതിയാക്കുക എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഹരിക്കുന്നു. 5/2, 7/2, 9/2 എക്സെട്ര. ഇതല്ലേ നമ്മളോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഒരു സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക? രണ്ടാമത്തെ ടേമിൽ നിന്നല്ലേ, നമ്മൾ രണ്ടാമത്തെ ടേമിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? രണ്ടാമത്തെ ടേമിൽ നിന്ന് 3/2 നിന്ന് 1/2 കുറച്ച് നോക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഡിനോമിനേറ്റർ രണ്ടും ഇവിടെ സെയിം ആണ് അല്ലേ? അതായത് ഈ ഛേദങ്ങൾ തമ്മിൽ സെയിം ആണ്. പിന്നെ ക്രോസ് ആയിട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേണ്ട. എന്ത് ചെയ്താൽ മതി? അതേ ഛേദം 2 എന്ന് തന്നെ എഴുതുന്നു. എന്നിട്ട് മുകളിൽ തമ്മിൽ വ്യത്യാസം കാണുന്നു. 3 - 1 എത്രയാണ്? 2 അല്ലേ? 2/2 1 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെക്ക് ചെയ്ത് നോക്കണം? അടുത്ത തമ്മിൽ സെയിം വ്യത്യാസമാണോ എന്ന് നോക്കണം. അതായത് 3/2ഉം 5/2ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മളിവിടെ എന്ത് നോക്കിക്കഴിഞ്ഞു? രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തത് കുറച്ചു. ഇനി മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തത് കുറയ്ക്കണം അല്ലേ? 5/2 നിന്ന് 3/2 കുറയ്ക്കുന്നു. 5/2 - 3/2. അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? രണ്ടും ഡിനോമിനേറ്ററിൽ അടിയിൽ 2 ആയതുകൊണ്ട് 2 അതേപോലെ എഴുതുന്നു. ഇനി മുകളിൽ തമ്മിൽ കുറയ്ക്കുന്നു. അറിയാലോ ഭിന്നസംഖ്യേൻ്റെയൊക്കെ കുറയ്ക്കൽ. അപ്പോൾ 5ൽ നിന്ന് 3 കുറച്ചാൽ 2. 2/2 എന്തെന്ന് തന്നെ വരും? 1 എന്ന് തന്നെ വരും. അപ്പോൾ ഇവിടെ നോക്ക്, ഇതൊരു സമാന്തര ശ്രേണി അല്ലേ? നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം എത്രയാണ് അപ്പോൾ നമ്മൾ കണ്ടത്? ഇതിന്ന് ഇങ്ങോട്ട് കുറച്ച് നോക്കിയപ്പോൾ 1 എന്ന് കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് നോക്കിയപ്പോഴും 1 എന്ന് കിട്ടി. ഇവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് നോക്കിയപ്പോൾ എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. സംഭവം മനസ്സിലായോ? അപ്പം ഇതെന്താണ്? ഒരു സമാന്തര ശ്രേണിയാണ്. എത്ര കൂടി പോകുന്നത്? 1 ആണ് അല്ലേ കൂടി പോകുന്നത്. അപ്പോൾ പൊതുവ്യത്യാസം എന്താണെന്ന് പറയാം? 1 ആണെന്ന് പറയാം. ക്ലിയർ അല്ലേ? അരേനോട് 1 കൂട്ടിയാലല്ലേ 1.5 എന്ന് കിട്ടുക. 1.5 3/2. 1.5നോട് 1 കൂട്ടിയാൽ 2.5 എന്ന് കിട്ടും. സംഭവം ക്ലിയർ ആയില്ലേ? അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇറ്റ് ഈസ് എ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് കോമൺ ഡിഫറൻസ് എത്രയാ? 1 ആണ് അല്ലേ? ഇത് ഒരു സമാന്തര ശ്രേണിയാണ്. പൊതുവ്യത്യാസം നമുക്ക് എന്ത് പറയാം? പൊതുവ്യത്യാസം സമം 1 എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് സമാന്തര ശ്രേണിയാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ? അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കുക. ഇതിന്ന് ബാക്കോട്ട് കുറച്ച് നോക്കുക. രണ്ടാമത്തേതിൽ നിന്ന് ഒന്നാമത്തേത് കുറച്ച് നോക്കുക. മൂന്നാമത്തേതിൽ നിന്ന് രണ്ടാമത്തേത് കുറച്ച് നോക്കുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം സെയിം ആവണം. അതേ ഉത്തരം തന്നെ കിട്ടണം നാലാമത്തേതിൽ നിന്ന് 3 കുറച്ചാലും. മനസ്സിലായില്ലേ? അപ്പോൾ പൊതുവ്യത്യാസം കാണാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തടുത്ത സംഖ്യകൾ തമ്മിൽ കുറച്ച് നോക്കുക. അപ്പോൾ ഒരേ നമ്പേഴ്സ് ഉത്തരങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? സമാന്തര ശ്രേണി എന്ന് വിളിക്കുക. പറഞ്ഞത് ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ 6 ചോദ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി എക്സസൈസിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.